Good evening, all. Good evening. Good evening, good evening. Thank you. Clear അല്ലേ? കേൾക്കാവോ? Yes, yes, കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള്? ഇപ്പോ ഈ സെഷനിലുള്ള ആരെങ്കിലും നമ്മുടെ മോർണിംഗ് മെഡിറ്റേഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെയാണ് ഓ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ വേറെന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? യെസ് മാം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷൻ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവും അല്ലെ? മോർണിംഗ് മെഡിറ്റേഷനെ കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കിട്ടാത്ത എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. യെസ് ഓർ നോ? ഉണ്ടോ? അറ്റൻഡ് ചെയ്യാത്തവരുണ്ടായിരുന്നോ? കിട്ടാത്തവർ, ആ ലിങ്ക് കിട്ടാത്തവര്, അതിനെ കുറിച്ച് കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷന്റെ പ്ലാറ്റ്ഫോം എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മുടെ എല്ലാ സെഷൻസും തുടങ്ങുന്നത് ഒരു അഫർമേഷൻ പ്ലേ ചെയ്തുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ അഫർമേഷൻ ലിസൺ ചെയ്യാൻ തയ്യാറാണോ? റെഡിയാണോ? യെസ്. വേറെ ആരും റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് സെഷൻസ് മാത്രം മതിയോ? അതുകൊണ്ടാ. ഓക്കെ. ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ അഫർമേഷൻ. അപ്പൊ ഒരു പവർ പൊസിഷൻ ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പവർ പൊസിഷൻ അല്ലെ? റൈറ്റ് ഹാൻഡ് ഓൺ ചെസ്റ്റ് വെച്ചിട്ട് പവർ പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്ക് അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ. ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ഓരോ ദിവസം കഴിയും തോറും എന്റെ ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിച്ചു വരുന്നു. ഞാൻ എല്ലായ്പ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സന്തോഷമാണ് എന്റെ സ്ഥായി ഭാവം. എല്ലാവരെയും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള മനസ്സാണ് എനിക്കുള്ളത്. ഏതു കാര്യം ചെയ്യുമ്പോഴും 100% ശ്രദ്ധയോടെ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഒരു ദിവസം കഴിയും തോറും എന്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിച്ചു വരുന്നു. എന്റെ ജോലി ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നു. എന്റെ ബിസിനസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് എളുപ്പമാണ്. എന്റെ മുന്നോട്ടുള്ള വഴി എളുപ്പമായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ മാർഗവും എന്റെ മുന്നിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയധികം നന്ദിയുള്ള വ്യക്തിയാണ്. ഞാൻ ധൈര്യശാലിയാണ്. എന്റെ ചിന്തകൾ നന്മകൾ കൊണ്ട് നിറഞ്ഞതാണ്. മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കാനും അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ്. എല്ലാവരോടും പുറത്തു കൊടുക്കാനുള്ള മനസ്സാണ് എനിക്കുള്ളത്. ഞാൻ പുതിയതും നന്മ നിറഞ്ഞതുമായ ചിന്തകൾ എന്റെ മനസ്സിൽ നിറയ്ക്കുന്നു. ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും എന്റെ വിജയത്തിലേക്ക് എത്താൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ബിലീവ് ഐ ക്യാൻ. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ നിരുപാധികം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴും സ്നേഹമുള്ള ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ കഴിവുകളിലും ആ കഴിവുകൾ എനിക്ക് തന്ന എന്റെ സൃഷ്ടാവിലും പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്റെ കുടുംബജീവിതം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബജീവിതം പൂർണ്ണ സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ്. ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയുന്നു. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ എന്റെ സൃഷ്ടാവിനോട് നന്ദിയുള്ള വ്യക്തിയാണ്. എനിക്ക് ആവശ്യമായ പണം എപ്പോഴും എന്റെ കൈവശമുണ്ട്. സത്യസന്ധമായ മാർഗങ്ങളിലൂടെ
പണമുണ്ടാക്കുന്നത് എനിക്ക് എളുപ്പമാണ്. I love, forgive and accept myself completely. I believe I can. ഞാൻ എന്നിലും എന്റെ സൃഷ്ടാവിലും പൂർണ്ണമായും വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. ഇങ്ങനെയായിരുന്നു നമ്മൾ മോർണിംഗ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കോസ്റ്റൂർ കടന്ന് പോകുമ്പോഴുള്ള ഡിഫറെന്റ് മെഡിറ്റേഷൻ അഫർമേഷൻസ് എല്ലാം ഇന്നിപ്പോ നമ്മൾ പ്ലേ ചെയ്തത്. കോസ്റ്റൂർ കടന്ന് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കോഴ്സ് കേട്ടതിന് ശേഷം, ക്ലാസ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ മെഡിറ്റേഷൻസും കാര്യങ്ങൾക്കും സംതിങ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ്റെ ഒരു ദിവസമെങ്കിലും ഒന്ന് കയറട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് പേഴ്സണലായിട്ട് നമ്മൾ ചോദിച്ചപ്പോഴാണ് ഒരു ദിവസം ഒന്ന് ഓപ്പൺ ആക്കി തന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഇന്നത്തെ സെഷനിലും ഇതേപോലെ മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഫർമേഷൻ എങ്കിലും ഒന്ന് പ്ലേ ചെയ്യട്ടെ എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പെർമിഷൻ ചോദിച്ച ശേഷം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഓക്കെ, യു ആർ വെൽക്കം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഇന്നത്തെ സെഷൻ എന്താ? ഇന്നത്തെ ടോപ്പിക് എന്താ? ഇന്നത്തെ ടോപ്പിക് ഹുവാമായി, ഞാൻ ആരാണ് അല്ലേ? ഇതിന് ഇപ്പൊ ഓരോരുത്തർക്കും അറിയാലോ, ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അറിയാലോ നിങ്ങളൊക്കെ ആരാണെന്നുള്ളത്. അപ്പോൾ ഒരു ആൻസർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചാറ്റിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഹുവാമായി, ഞാൻ ആരാണ് എന്നുള്ള ഒരു ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടോ? പക്ഷെ എന്നെക്കാൾ ചിന്തകളുടെ ഫലമാണ് ഞാൻ. എന്റെ ചിന്തകളുടെ ഫലമാണ്, റിസൾട്ടാണ് ഞാൻ. ഐ ആം ദ പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ്. കോമഡി ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്, പ്രൊഡക്ട്സ് ഓഫ് മൈ തോട്ട്സ്. പിന്നെ ഇനി അതർ ആൻസേഴ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല, ഇതന്നെയാണല്ലേ പറയാനുള്ളതും? ഇതന്നെയാണ് പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ്. സ്നേഹം. പിന്നെ എനിത്തിങ് എൽസ്? സ്നേഹം എന്ന് പറയുന്നുണ്ട് മുനീറ മാം. ഐ ആം ദ പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ ആ ഒരു ആൻസറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ചോദ്യം ഹുവാമായി എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാം. ആ ഒരു കൺസെപ്റ്റിനെ തന്നെ നമുക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാക്കാം. ഹുവാമായി എന്നുള്ളത് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ പെർസ്പെക്റ്റീവ് നോക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ തന്ന ഒരു ആൻസർ എനർജി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഫിസിക്കൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഇപ്പൊ എനർജി എന്ന് പറയുമ്പോഴും സ്നേഹം എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഐ ആം ദ പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ് അല്ലേ? ഐ ആം ദ പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ ആൻസർ ആണ്. അപ്പൊ അതിലൊരു എന്റെ ചിന്തകളുടെ ഫലമാണെന്നല്ലേ ഷെമിമോൾ പറഞ്ഞത്? എന്റെ ചിന്തകളുടെ ഫലമാണ്, പ്രൊഡക്റ്റ് ആണ് അല്ലേ? അത് റിസൾട്ട് ആണ്. എന്റെ കഴിഞ്ഞകാല ചിന്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞകാല ചിന്തകളുടെ എന്നിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് തന്നെ ഒരു ഉൽപ്പന്നം അല്ലേ? എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉൽപ്പന്നമാണ്, റിസൾട്ടാണ്. ആ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ആ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാ വരാം? ഈ കാണുന്ന ഈ ഞാനാണോ? ഈ ഒരു ശരീരമാണോ? അല്ലെങ്കിൽ ശരീരം മാത്രമാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്താ ഉള്ള അതില്? മനസ്സുണ്ട്. ഈ ഞാൻ മൈൻഡ് നമ്മുടെ ശരീരമാണെന്ന് ചോദിച്ചാല് അതിൽ എന്തെല്ലാം? ആത്മാവ് എന്ന് പറയുന്നത്, ഹെൽത്ത് വരുന്നുണ്ട്, ഇമോഷൻസ്, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. പിന്നെ അപ്പൊ അതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിങ്ങനെ തൊട്ട് യെസ് ഇതാണ് ഞാൻ അല്ലെ? അപ്പൊ ഇതാണ്, ഇപ്പൊ ഇത് ഞാൻ എടുത്തു വന്ന സമയത്ത് എന്റെ ചെസ്റ്റ് ആണ് അല്ലെ? ഇതാണെന്ന് പറയുമ്പോൾ എന്റെ കൈയാണ് അല്ലെ? ഈ കൈയാണോ ഞാൻ ചോദിച്ചാല് ഈ കൈനെ മാറ്റിയാലും ഞാൻ അവിടെ ഉണ്ട് അല്ലേ?
അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ടിട്ട് ഇതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശരീരത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ എൻ്റെ ഈ കൈ എൻ്റെ ചെസ്റ്റിൽ തൊട്ടിട്ട് അപ്പൊ ഇതാണോ ഞാൻ എന്ന് ചോദിച്ചാല്, അപ്പൊ ശരീരത്തിന്റെ ഒരു അവയവം മാത്രമല്ല. നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, മൈൻഡ്, ആത്മാവ്, ഇമോഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ശരീരമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളോ മാത്രമല്ല, അല്ലേ? നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ സോൾ എന്ന് പറയുന്നുണ്ട് ജലിക്ക, നമ്മളിലൂടെ കടന്നു പോകുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഹയർ സ്പിരിച്വൽ ലെവലിലേക്ക് ഇപ്പൊ പോകുന്നില്ല, കാരണം അതിനുള്ള ഒരു, അല്ലേ, അപ്പൊ അതിലേക്ക് പോകാൻ നമ്മൾ ഒരുപാട് അതിലേക്ക് എത്താൻ കുറെ സമയം എടുക്കും. അപ്പോൾ നമ്മളിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇമോഷൻസ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ പെരുമാറ്റം ഉണ്ട്, നമ്മുടെ അപ്പിയറൻസ് ഉണ്ട്, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ, അല്ലെ, ദ വേ വി കമ്മ്യൂണിക്കേറ്റ്, ദ വേ വി ബിഹേവ്, അല്ലെ, നമ്മൾ മറ്റുള്ളതിനെ നോക്കി കാണുന്ന രീതി, മനസ്സിലാക്കുന്ന രീതി, അതിനോട് പെരുമാറുന്ന രീതി, മറ്റുള്ളവരുള്ള നമ്മുടെ സമീപനം, നമ്മളിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ്, നിങ്ങൾ പറഞ്ഞ ഇമോഷൻസ്, നമ്മളിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, ഇതൊക്കെ നമ്മളാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുകയാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ. ആ പ്രൊഡക്റ്റിൽ നമ്പർ 1, 2, 3, 4 എന്ന് പറയുമ്പോൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ബോഡിക്ക് പുറത്തേക്ക് ഇതൊക്കെ നമ്മളാണ്, അല്ലേ? നമ്മളിപ്പോ ഒരു വ്യക്തിയെ കാണിച്ചിട്ട് അവരെങ്ങനെയുള്ള വ്യക്തിയാണ്, ഒരാളെ കുറിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ആൾ, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ്, അയാൾ ആരാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹീ സോ ആൻഡ് സോ, അല്ലെ, അയാൾ ഇങ്ങനെയാണ്, അയാളുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, അയാളുടെ ഒരു പെരുമാറ്റം ഇങ്ങനെയാണ്, അയാളുടെ സാമ്പത്തിക നില ഇങ്ങനെയാണ്, അയാളുടെ ജോലി ഇന്നതാണ്, അയാളുടെ അപ്പിയറൻസ്, അല്ലെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ വെയിറ്റ്, ഹൈറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട്, അതൊക്കെ ഒരു എന്താ പറയാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ. അതൊരു പക്ഷെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, എനിക്ക് എത്ര ഭാഷകൾ അറിയാം, അല്ലെ, ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണോ, റെസ്പോൺസ് ചെയ്യുന്ന ആളാണോ, ഇതൊന്നും നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ അവർ ഉൾപ്പെടുത്തും, അല്ലെ, എന്റെ വ്യക്തി ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസീറ മാം എങ്ങനെയുള്ള ആളാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെ, അവരൊരു ബിഹേവിയർ ഇങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ കൂടുന്ന, ഇതിന്റെ ഒക്കെ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മളെന്ന് പറയാം. അല്ലാതെ ജസ്റ്റ് നമ്മുടെ അവയവങ്ങളോ അത് മാത്രമാണോ? അല്ല. ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ സംസാര രീതിയും മറ്റുള്ളവരുടെ പെരുമാറ്റവും. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ആണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അങ്ങനെയാണെങ്കിൽ എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാറാണോ, ഞാൻ റെസ്പോൺസ് ആണോ ചെയ്യാറ്, അല്ല, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ വേറെ 2 പേര് അവിടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതെന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടോ, അതിലെനിക്കില്ലേ, എന്നോട് ഒരാൾ മോശമായിട്ട് പെരുമാറും, ഞാൻ അതിനെങ്ങനെയാണ് ഞാൻ കാണുന്നത്, ഇതൊക്കെ നമ്മളാണ്, ഇതൊക്കെ അടങ്ങുന്നതാണ് നമ്മൾ, അല്ലെ? ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് എൻ്റെ ഒരു മൈൻഡ് എന്താണ്, ഒരു പ്രോബ്ലം വരുമ്പോൾ, ഒരു പ്രോബ്ലം എൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, പണത്തോടുള്ള എൻ്റെ സമീപനം എന്താണ്, അപ്പൊ ഇതൊക്കെ ഞാനാണ്, ഇതൊക്കെ ഇതൊന്നും ഇതിനെ ഓരോന്നിനെ മാറ്റി മാറ്റി നിർത്തുന്ന സമയത്ത് അത് ഓരോന്നും ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഇതെല്ലാം കൂടെ ചേർന്ന, എല്ലാം കൂടെ ചേർന്നതാണ്. അതൊക്കെ എൻ്റെ ഭാഗമാണ്, എൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗമാണ്, എൻ്റെ അപ്പിയറൻസ് എൻ്റെ ഭാഗമാണ്, എൻ്റെ സംസാരം എൻ്റെ ഭാഗമാണ്, എൻ്റെ ശബ്ദം എൻ്റെ ഭാഗമാണ്, അല്ലേ? അപ്പൊ ഇതിനൊക്കെയാണ് നിങ്ങളായിട്ട് നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞത്, അല്ലേ? നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങൾ തന്നിട്ടുള്ള ആൻസർ ആണ് ഐ ആം ദ പ്രൊഡക്റ്റ് ഓഫ് മൈ തോട്ട്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും, ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു മിനിറ്റ് എടുത്തിട്ട് ഞാൻ ആരാണ്, ഹൂ ആം ഐ എന്ന് എന്നോട് തന്നെ, നിങ്ങളോട് തന്നെ. അപ്പൊ അങ്ങനെ കടന്നുപോയി ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മളെ മൈൻഡിലൂടെ എങ്ങനെ കടന്നു പോകണം? യെസ്, എന്തൊക്കെയാണ്, ഏതെല്ലാം കാര്യങ്ങളാണ്, ഇതാണോ ഞാൻ, ആ ഞാനിൽ. അപ്പൊ നിങ്ങൾക്കൊരു ഞാനിനെ കിട്ടും, ഒരു എന്നെ കിട്ടും. ഇസ് ഇറ്റ് പോസിബിൾ?
യെസ്, അതൊന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ നമ്മൾ ഇതിന്റെയൊക്കെ ഇതൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ടോട്ടാലിറ്റി നമ്മളെ നിർണ്ണയിക്കുന്ന നമ്മളിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ഒരു വ്യക്തമായി നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാല് ഒരു പീസ് ഓഫ് പേപ്പർ ഞാൻ തരാം അല്ലെ, ഒന്ന് എഴുതൂ, നിങ്ങൾ ആരാന്നൊന്ന് എഴുതൂ എന്ന് ചോദിച്ചാല് ചിലപ്പോ നമ്മൾ അവിടെ അല്ലെ, ഇപ്പൊ അബ്ദുൽ ഖാദർ സർ ടൈപ്പ് ചെയ്ത പോലെ എന്റെ പേരോ അവിടെ ജസ്റ്റ് എന്റെ ഒരു ഐഡന്റിറ്റിയോ അല്ല നമ്മൾ ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിന്റെ ഒരു ടോട്ടാലിറ്റി ആണ് നമ്മൾ. ഇപ്പൊ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങൾ ആരാണെന്നുള്ളത്? ഞാൻ ആരെയും വീഡിയോയിൽ കാണുന്നില്ല. രമ്യ മാമിനെ കാണുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ ക്യാമറയില്? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പറ്റുന്നവര് വരാം കേട്ടോ, പറ്റുന്നവര് ക്യാമറയിൽ വരാം. നോട്ട് കമ്പനി, ആരെയും നിർബന്ധിക്കുന്നില്ല. പറ്റുന്ന ക്യാമറയിൽ വരാം. ആയിരിക്കുന്ന ഈ ഞാൻ നിങ്ങൾ അനാലിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, നിലവിൽ ആയിരിക്കുന്ന എന്റെ നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ഇതിന്റെ ടോട്ടാലിറ്റി ആണെന്നുള്ളതൊക്കെ അപ്പോഴാണ് നമ്മൾ ഓരോ സമയത്തും ഓരോ അവബോധത്തിലാണല്ലോ. ആത്മാവിന്റെ വിവിധ തലത്തിലുള്ള അവബോധത്തില് ഞാൻ എന്നുള്ളതിന്റെ ഉത്തരം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാവാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ ഈ ഒരു കൺസെപ്റ്റിനെ നോക്കി കാണാം. അപ്പോ കാരണം ഇതിൽ ഒരുപാട് ജേർണി നടത്തിയവരും നടത്താത്തവരും ഒക്കെ ഉണ്ട്. ഒരു കോമൺ പ്ലാറ്റ്ഫോം, അത് നമ്മൾ കോഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ തലത്തിലേക്ക് നമ്മൾ പോകും, ഹുവാമായി എന്നുള്ളതിന്റെ ഒരു ആൻസറിലേക്ക്. പക്ഷെ ഇവിടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ആ ഒരു അന്വേഷണത്തിലേക്ക് പോയിട്ടില്ലാത്ത ആളുകളും അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ പറയാണ്. അതാണ് ഒരു ഫിസിക്കൽ പെർസ്പെക്റ്റീവില് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരു പിക്ചർ നമുക്ക് ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഇപ്പൊ പ്രസന്റ്ലി കറന്റ്ലി എന്താണെന്നുള്ളത്. അപ്പൊ അവിടെ നിന്നും അത് എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? ഇപ്പൊ ഈ നിലവിൽ എന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണെങ്കിൽ, എന്റെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണെങ്കിൽ, ഇത് എവിടെ നിന്ന് വന്നു? അതിന് നിങ്ങൾ പറഞ്ഞ ആൻസർ പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സിൽ നിന്നാണ്. തോട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ആയി വന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഞാനാണോ ഇനി മുന്നോട്ട് പോകേണ്ടത്? ഈ ഞാൻ തന്നെ ഇങ്ങനെ നിന്നാ മതിയോ? അല്ലെ ഈ ഞാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഞാൻ നിലവിൽ ആയിത്തീരേണ്ട ഒരു ഞാൻ എവിടെങ്കിലും ഉണ്ടോ? ഞാൻ ആയിത്തീരാൻ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു പിക്ചർ കിട്ടുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ബെറ്റർ ആവണം എന്നുള്ളൊരു അവബോധത്തിൽ വരുന്നുണ്ട്. തീർച്ചയായും വരുന്നുണ്ട്. അത് ആ ഒരു പിക്ചർ ബെറ്ററായി തീർന്നെന്ന് പറഞ്ഞാൽ ആ പിക്ചർ വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഞാൻ ആയിത്തീരേണ്ട ഒരു അവസ്ഥയുണ്ട്, ഒരു ഞാൻ ഉണ്ട്. അല്ലെ? പലരും അതിലേക്കുള്ള ഒരു ജേണിയിലായിരിക്കും, ജേണി തുടങ്ങിയവരൊക്കെ ഉണ്ടാകും. ചിലര് അല്ലെ ആ ഒരു അങ്ങനെ മനസ്സിലാക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ ആ ഞാനിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ഞാനും ഞാൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഞാനും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ചിലപ്പോൾ.
അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകും ഇല്ലേ? ആ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ സ്പിരിച്വൽ, ആ ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്ന ഞാനിലേക്ക് ഞാൻ എത്തുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല്. അപ്പൊ കറന്റ്ലി ഉള്ള ഞാൻ എൻ്റെ തോട്ട്സിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ, ആ ഞാനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, ആ എന്നിലൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ ഓക്കെ സാർ, അപ്പോ ആ ഞാനൊരു വ്യത്യാസം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ യാത്രയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? അവിടെ നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സ് പറഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, എന്നിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, എൻ്റെ ബിഹേവിയർ ഉണ്ടല്ലോ, എൻ്റെ ഹാബിറ്റ് ഉണ്ടല്ലോ, എൻ്റെ പെരുമാറ്റം ഉണ്ടല്ലോ, എൻ്റെ സംസാരം ഉണ്ടല്ലോ, ഇതൊക്കെ എന്തായിരിക്കണം? അവിടെ എത്തുമ്പോൾ എന്തായിരിക്കണം? ആ ആഗ്രഹിക്കുന്ന ഞാനിലേക്ക് എത്തുന്ന സമയത്ത് ഓക്കെ, വാട്ട് ആർ ദ ചേഞ്ചസ്? ഞാൻ എന്തെല്ലാം ചേഞ്ചസ് എവിടെയൊക്കെയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്? ഇതിനെ കുറിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടോ? യെസ് ഓർ നോ? കൂടുതൽ അറിവ് നേടണം. യെസ്, ഉണ്ട്. ആ ഒരു പിക്ചർ മൈൻഡിലുണ്ട് ഇല്ലേ? ഞാൻ ആയിത്തീരേണ്ട ആ അവസ്ഥയിൽ ആ ഒരു പിക്ചർ, ആ ഒരു സെൽഫ് ഇമേജ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഇപ്പൊ നിലവിലുള്ള അവസ്ഥ, നിലവിലുള്ള ഞാനൊരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഞാനല്ല എന്ന് പറയുമ്പോൾ എന്നോടുള്ള ദേഷ്യമല്ല, പക്ഷെ എന്നെ ഞാൻ ഒന്നുകൂടെ ബെറ്റർ ആവണം, അത് എന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതൊരിക്കലും എന്നോടുള്ള ദേഷ്യമല്ല. നിലവിലുള്ള അവസ്ഥയെ ഞാൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എന്താണ്? അതിനെന്താ വിളിക്കുക? ദാറ്റ്സ് എ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ലവ്. അത് എന്നോടുള്ള സ്നേഹമാണ്. അത് എന്നോടുള്ള സ്നേഹം മാത്രമല്ല, എൻ്റെ സൃഷ്ടാവിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. അല്ലേ? ഒരു യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ് സൃഷ്ടാവിനോടുള്ള വ്യക്തി ചെയ്യേണ്ടത്, ആ നിലവിലുള്ള അവസ്ഥ എന്തു തന്നെ ആവട്ടെ, ആ ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. ആ പ്രൊഡക്റ്റ്, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയാം, പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്, ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കാം നമ്മൾ മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. യെസ് ഓർ നോ? യെസ് ഓർ നോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, yes. Yes. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തുടർന്നു കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ, നിലവിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന അതേ കാര്യങ്ങൾ ഞാൻ എന്താണ് വർക്ക് ചെയ്യുന്നത്? അതായത് നിലവിലുള്ള അവസ്ഥ. അപ്പോ നമുക്ക് ഹെൽത്ത് വൈസ് ആയാലും, വെൽത്ത് വൈസ് ആയാലും, റിലേഷൻഷിപ്പ് വൈസ് ആയാലും ആ അവസ്ഥ തന്നെയാണ് തുടർന്നു കൊണ്ട് പോകുന്നത്. എന്താണ് ബുദ്ധിമുട്ടാകുന്നത്? കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് കൂടെ അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോദിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് നിലവിലുള്ള അവസ്ഥ, നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞല്ലോ, ആ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ചക്ര പറയുന്നത്, മുനീറ മാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൊഡക്ട്സ്. ഞാൻ നേരത്തെ നമ്മൾ അവയർനെസ് ഇല്ലാതെ നമ്മളെ അവയർനെസ് ഇല്ല കൺട്രോൾ ചെയ്യാൻ
അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യാണ്ട് മുന്നോട്ട് പോവാണ്, സ്റ്റക്കായി നിൽക്കുകയാണ് ലൈഫിൽ. ഇത് പ്രൊഡക്റ്റീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ചിന്തകൾ, നിലവിലുള്ള ചിന്തകൾ തന്നെ, അതേ ചിന്തകളും അതേ ഇമോഷൻസും ആ ചിന്തകൾ തന്നെ റിപ്പീറ്റഡ്ലി നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഒരേ കാര്യം ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ നമുക്ക് ഒരേ റിസൾട്ടാണ് കിട്ടുന്നത് എങ്കിൽ, ഒരേ റിസൾട്ടാണ് എപ്പോഴും കിട്ടുന്നതെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ഈ റിസൾട്ടിൽ ഒരു മാറ്റം വരണമെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരു മാറ്റം വരണമെങ്കിൽ എവിടെ മാറ്റം വരണം? ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിന്റെ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഹുവാമ എന്ന് ഞാൻ ചോദിച്ചത്, ഹുവാമ എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഓഫ് തോട്ട്സ് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി, നമ്മൾ എല്ലാ കാര്യങ്ങളും. ഇത് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റിയാണ്, അല്ലേ? റിയാലിറ്റി. യെസ് ഓർ നോ? ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് പേഴ്സണാലിറ്റി? നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ റിയാലിറ്റിയാണ്. അതിനെന്തൊക്കെ വരും അതൊന്ന് പറയാമോ? അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? പേഴ്സണാലിറ്റി എന്താന്നുള്ളതിനെ കുറിച്ച്? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം. ബിഹേവിയർ. യെസ്, എക്സാക്ട്ലി. നമ്മുടെ ബിഹേവിയർ, നമ്മളെ വ്യക്തിത്വം. ഞാൻ നേരത്തെ പറഞ്ഞ ഹുവാമൈന്റെ ആൻസറും ഞാൻ ആരാണെന്നുള്ളതും എന്റെ അല്ലേ, മൈ പേഴ്സണാലിറ്റി ഇസ് മൈ പേഴ്സണൽ റിയാലിറ്റി. എന്റെ ഞാൻ അനുഭവിച്ച ഡെവലപ്മെന്റ് ക്ലാസ്. അപ്പൊ നമ്മുടെ ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് അവിടെ സംഭവിക്കുന്നത്, നമ്മൾ റിയർ വ്യൂ മിററിൽ നോക്കുന്ന അതൊരു റിയർ വ്യൂ മിറർ എന്ന് പറയുന്ന ഒരു തോട്ട് പാറ്റേൺ ആണ് കേട്ടോ. ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. നമ്മള് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാല് അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഓൾവേസ് ലുക്കിംഗ്, പുറകിലേക്കാണ് നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ അപകടം സംഭവിക്കും. അയാൾക്ക് അയാളുടെ ഡെസ്റ്റിനേഷനിൽ ഒരിക്കലും എത്താൻ കഴിയില്ല. ഇപ്പോഴും നമ്മളിൽ പലരും നമ്മൾ നോക്കുന്നത്, ഇടയ്ക്ക് നോക്കാം, കുഴപ്പമില്ല, ടു ലേൺ ലെസൺസ് നോക്കാം. ഇപ്പോഴും നമ്മളുടെ ചിന്താ രീതി എന്ന് പറഞ്ഞാല് റിയർ വ്യൂ മിറർ ലുക്കിംഗ് പാറ്റേൺ ആണ് നമുക്കുള്ളത്. നമ്മൾ ഇപ്പോഴും ആ റിയർ വ്യൂ മിററിലാണ്. ആ പഴയ ചിന്തകള്, പഴയ ഫീലിങ്സ്, ആ ഇവന്റ്സ്, ആ ഇമോഷൻസിലൊക്കെ അങ്ങനെ കുടുങ്ങി കിടക്കാണ്. What will happen if you are the driver of your life? എന്താ സംഭവിക്കുക? Yes, you are the driver. നമ്മൾ ഡ്രൈവറാ.
നമ്മൾ നോക്കുന്നത് എങ്ങോട്ടാ? റിയർ വ്യൂ മിററിലാ, പാസ്റ്റിലേക്കാ, പുറകിലേക്കാ. What will happen? മുന്നോട്ട് പോകാൻ പറ്റൂല. മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് മാത്രല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞ പലതും സംഭവിക്കും, സ്റ്റക്കാവും. സോ അവിടെ കൃത്യമായി മനസ്സിലായിക്കോളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. വാട്ട് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞാല് വി വിൽ സ്റ്റക്ക് ഇൻ ലൈഫ്. അല്ലെങ്കിൽ നമ്മളില്ലേ എന്തെങ്കിലും നമ്മളിങ്ങനെ ഡ്രൈവിങ്ങിന്റെ കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കും. നമ്മുടെ ലൈഫിലും ഇങ്ങനെ തന്നെയാണ് ചില ചെറിയ ചെറിയ നമ്മൾ പറയുന്ന ചാലഞ്ചസ്. ഈ ചലഞ്ചസും ഈ റിയർ വ്യൂ മിറർ ലുക്കിങ്ങിന്റെ ഒരു ഇഫക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 100% ശരിയാണ്. യു ആർ ദ ഡ്രൈവർ. യെസ്, നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ സേഫ് ആയിട്ട് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ചെയ്യും. നിങ്ങൾ എന്ന് പറയും, പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഉള്ള പാരന്റ്സ് ഒക്കെയാണ് നിങ്ങളെങ്കിൽ യു ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മളുടെ കയ്യിലാണ് സ്റ്റിയറിങ്. നമ്മളെപ്പോഴും റിയർ വ്യൂ മിററിലാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന ആളുകളെ കൂടി, നമ്മളെ മക്കള്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകള്, നമ്മളെ കണ്ടുപഠിക്കുന്ന ആളുകള് അല്ലേ, അവരെയും കൂടെ നമ്മൾ ചെന്നെത്തിക്കുന്നത് ശരിയായ ദിശയിലേക്ക് ആയിരിക്കില്ല. അവിടെ എന്ത് ചെയ്യണം? ഫോക്കസ് ഓൺ പ്രസന്റ് ലൈക്ക് an expert driver. You are the driver, we are the driver. നമ്മളാണ് അവിടെ ഡ്രൈവർ. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുന്നിലേക്ക് നോക്കുക. ആ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് ചെന്നെത്തേണ്ട, അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഞാനിലേക്കുള്ള ദൂരം, നിലവിലുള്ള ഞാനിൽ നിന്നും ആ ഞാനിലേക്കുള്ള, ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള, ആ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഞാനിനെ ചിലപ്പോ ആ ഒരു വിഷൻ ഒരു പക്ഷേ നമുക്ക് ഫസ്റ്റ് സൈറ്റിൽ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും അല്ലെ മുന്നിലുള്ള കാര്യങ്ങൾ, ആ പ്രസന്റിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത്, പക്ഷെ നമ്മൾ ഒന്നുകിൽ നമ്മൾ നോക്കുക ഇല്ലേ, ഒന്നുകിൽ റിയർ വ്യൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരുപാട് വിദൂരത്തേക്ക് ആ ഡെസ്റ്റിനേഷൻ ഉള്ളിലുണ്ടാകാം, പക്ഷെ അവിടെയും എന്താണ് ആ പ്രസന്റ് മൊമെന്റിൽ അവിടെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫോക്കസ് ഓൺ പ്രസന്റ്, ബി മൈൻഡ്ഫുൾ. അതിന് പിന്നെയുള്ള സീക്രട്ട് ഇതാണ് കേട്ടോ. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? ഈ റിയർ വ്യൂ മിററിൽ പോയിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് തുല്യമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റിൽ ഫോക്കസ് ചെയ്യണം, മൈൻഡ്ഫുൾ ആയിരിക്കണം, ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള ഓരോ മൈൻഡ്ഫുൾ പ്രാക്ടീസും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇൻ ഡീപ്പ് അവയർനെസ്സിലേക്ക് നമ്മൾ പോവുക. ഇവിടെ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, റൈറ്റ്. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ടാവും, കുറെ ഇൻസൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിൽ പലരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഞാൻ പ്രസന്റിൽ ഫോക്കസ് ചെയ്യും, ഞാൻ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കും, അല്ലെ, ഞാൻ കുറെ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാണ്ടതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ആ ഒരു ഇൻസൈറ്റിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം. അതിന് കൃത്യമായ കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആണ് നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇഫ് ഇറ്റ് ഈസ് മണി ഓർ എഫേർട്ട്, ടൈം, വാട്ട് എവർ ഇറ്റ് മേ ബി, അതിനെന്നെ സഹായിക്കുന്ന. അപ്പൊ നിലവിലുള്ള ഞാൻ എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എത്താനുള്ള ഞാനിലേക്ക് എത്താൻ വേണ്ടി അതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ദാറ്റ് ഡിസിഷൻ. റെഡിയാണോ? ആർ യു റെഡി? ഇനി നിങ്ങൾ ഒരുപാട് സമയം റിയർ വ്യൂ മിററിൽ നോക്കിക്കൊണ്ടിരിക്കോ? യെസ് ഓർ നോ? പഴയ കാര്യങ്ങളിലേക്ക് ഒരുപാട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോ? നോ. അപ്പൊ ആ ഒരു ഇൻസൈറ്റ് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ.
അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ ഫോക്കസ് പോകും. അപ്പൊ അതിന് നമുക്ക് കഴിയാൻ പറ്റുന്നത് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ലീഡ്സ് ടു സസ്റ്റൈനബിൾ ഗ്രോത്ത്. അത് എപ്പോ തുടങ്ങണം? നമ്മുടെ ഒരു ഡേ തുടങ്ങുന്ന സമയത്ത് തന്നെ, നമ്മൾ എണീറ്റ് കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഇൻ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കാം. കാരണം ഓരോ പ്രഭാതവും ഓരോ ദിവസവും ഒരു ന്യൂ ബിഗിനിങ് ആണ്. ആ ഒരു ബിഗിനിങ്ങിൽ ആ ഒരു ദിവസത്തെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡേ എങ്ങനെ തുടങ്ങുന്നു എന്നതിനെ അനുസരിച്ചിരിക്കുന്നു. ആ നേരത്തെ തന്നെ ഒരു ആ തോട്ട് കാര്യങ്ങളൊക്കെ. യെസ് ഓർ നോ? അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റിൽ ഇനിയെങ്കിലും ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്, എന്നിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഞാനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ആ സ്റ്റയറിങ് പിടിക്കുന്ന സമയത്ത് യെസ്, ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. എന്റെ പുറകിലിരിക്കുന്ന, എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന, അല്ലെ, എന്നെ വിശ്വസിച്ച് എന്റെ ലെഫ്റ്റ് സീറ്റിലും ബാക്ക് സീറ്റിലും ഒക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വം അത് ഉണ്ടായിരിക്കണം. നിങ്ങൾ കാണിക്കണം. അത് വെറും ആ ഒരു ഇൻസൈറ്റ് മാത്രം പോരാ, കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് പ്രാക്ടീസിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകുക തന്നെ വേണം. അതിനു വേണ്ടി നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ചിന്തകളിലാണ്. ചിന്തകൾ എപ്പോഴും നമുക്ക് ആ മാറ്റം വരുത്താൻ ഒരു പക്ഷേ നമ്മൾ തന്നെ വിചാരിച്ച ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനാണ് നമ്മൾ ബി എ പാർട്ട് ഓഫ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, അധിക പേരെ എനിക്കറിയാം, ഒരുപാട് നന്മകളുള്ള, അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ തീർച്ചയായിട്ടും ഞാൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹമുള്ള, അല്ലേ, എനിക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ റിസൾട്ടിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉണ്ടാവുന്ന ചിന്തകളിൽ അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, പ്രാക്ടീസ് വേണം. നമ്മൾ ഡേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പ്രാക്ടീസിലും ആ ഒരു വൈബിലും ആ ഒരു ഫീലിങ്ങിലും, ഇമോഷൻസ് ആണ് എപ്പോഴും, ഇമോഷൻസ് ആൻഡ് പിക്ചേഴ്സ് ആണ്, ചിത്രങ്ങളാണ്, ഇമോഷൻസ് ആണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ റിയർ വ്യൂ മിററിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളിൽ വരുന്ന ഇമോഷൻസ്, നിങ്ങൾ കണക്റ്റഡ് ആവുന്ന ഇമോഷൻസ്, നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന സംഭവങ്ങൾ, കഴിഞ്ഞു പോയ എന്തെങ്കിലും പെട്ടെന്ന് ട്രിഗർ ആവും, പെട്ടെന്ന് ഇമോഷൻസ് വരും, പെട്ടെന്ന് ബോഡിയിൽ ചേഞ്ചസ് വരും, ഹോർമോൺ പ്രൊഡ്യൂസ് വരും. അത് നിങ്ങൾക്ക് ബോഡിയുടെ, എനിക്ക് ഒരാൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ബോഡിയിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ, അതെനിക്ക് എന്റെ മൈൻഡ് ബോഡി കണക്ഷൻ, എനിക്ക് എന്റെ ബോഡിയിൽ ഫീൽ ചെയ്ത വ്യക്തി, ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഫോർ യുവർ ലൈഫ്. അത് നിങ്ങളുടെ ലൈഫിന്റെ പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങളെ ആക്കി തീരുകയാണ്, അല്ലെ, ഹു ആം ഐ എന്നുള്ളതിലെ, അല്ലെ, അതിന്റെ ആ ആൻസറിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. ആ ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തർക്കും, അല്ലെ. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ എത്താൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം, എന്താ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയുള്ള ആളുകളെ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളൊക്കെ കഥ പറയുന്നവരാ, സ്റ്റോറി പറയുന്നവരാ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നവരാ. ആലോചിക്കുക, എന്താണ് നിങ്ങൾ ഓരോ ദിവസവും ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്താണ്? You are repeating that pattern. സോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാനിലേക്ക് എത്താൻ, അത് ഇങ്ങനെ പറഞ്ഞു തന്നത് കൊണ്ട് ആ ഒരു അൾട്ടിമേറ്റ് എനിക്ക് എത്താൻ, ഇഫ് യു ആർ റെഡി, അതിന് എന്നെ ആർക്കാണ് സഹായിക്കാൻ പറ്റുക? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെ, നീഡ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. അത് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. സമയമില്ല മാം, പറ്റുന്നില്ല മാം. യെസ്, യു ആർ റിപ്പീറ്റിംഗ് ദാറ്റ് പാറ്റേൺ.
യു ആർ ലുക്കിംഗ് ഇൻ ടു ദ, ഈ സമയമൊക്കെ എന്താ ചെയ്യുന്നേ? ഒരുപാട് സമയം ആ മിററിൽ നോക്കി ഇരിക്കുന്നുണ്ടാവും നിങ്ങൾ. യെസ് ഓർ നോ? ഇല്ലെങ്കിൽ യു ആർ ഗ്രേറ്റ്ഫുൾ. എല്ലാവരും ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറയൂ. എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അതിന് ഞങ്ങളുടെ ഭാഗത്ത് മീൻസ് റെറ്റോറിയ, ഫ്രം ദ പാർട്ട് ഓഫ് റെറ്റോറിയൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. വി ആർ ഹിയർ ടു അസിസ്റ്റ് യു. ഇഫ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. ശരിപ്പാ മാം ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് മാം ഇവിടെ കൊണ്ട് ഞാൻ എത്തിച്ചു എന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്. ഒരു 9 മിനിറ്റ്, നമ്മൾ കറക്റ്റ് 9 മണിയാകുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹുസൈൻ സർ, താങ്ക് യു ഫോർ സ്വിച്ചിങ് ഓൺ ദ ക്യാമറ കേട്ടോ. ത്രൂ ഔട്ട് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തതിന് താങ്ക് യു. അബ്ദുൽ ഖാദർ സർ, ജലീൽ സർ. ജലീൽ സാറിന് പോകാനുള്ള സമയമായിട്ടുണ്ടാവുമല്ലോ, പ്രെയർ ടൈം ഒക്കെ ആവുന്നുണ്ടാവുമല്ലോ അവിടെ. യെസ്, ബാങ്ക് കൊടുത്തു. പക്ഷെ ഞാൻ രണ്ട് പറയാനുള്ളത്, എന്റെ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്, ഈ വിക്ടോറിയന്റെ ഇതുണ്ടല്ലോ, സർവീസ് ആൻഡ് ദ സപ്പോർട്ട്, അത് ഒരിക്കലും വളരെ ഈ സിൻസിയാരിറ്റി നിങ്ങൾ അനുഭവിച്ചറിയണം. സിൻസിയാരിറ്റി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പിക്ചർ എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സാധനമല്ല, അത് അനുഭവിച്ചറിയേണ്ട ഒരു സാധനമാണ്. അപ്പൊ അത് നിങ്ങൾ ഇതിനകത്ത് ഇതായി കഴിഞ്ഞാൽ, ഫോർ മീ, ഇപ്പൊ നിങ്ങൾ ഇപ്പം ഹവേഴ്സിന് ഓരോ അവറിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കൺസൾട്ടൻസി ഒക്കെ ചാർജ് ചെയ്യുന്നു. ഐ ഫീൽ ഫാർ ബെറ്റർ ദാൻ കൺസൾട്ടൻസി ദിസ് ടീം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഫീൽ ചെയ്തത് ഇതിന് റീസെന്റ് ഈ റീസെന്റ് ഡേയ്സിൽ എനിക്ക് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ എനി അതർ കൺസൾട്ടൻസി. ഇവർക്ക് വലിയ പേരുണ്ടാവില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ വലിയ അറിയപ്പെടുന്ന അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടായി, പക്ഷെ ദർ ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ് ആൻഡ് വളരെ സിൻസിയർ ആയിട്ട് നിങ്ങളെ പിന്നാലെ ഉണ്ടാവും. ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഇറ്റ് ഇസ് വെരി ഗുഡ് ടീം. ആൻഡ് ഞാൻ അവരൊരു കോഴ്സ് ചെയ്തിരുന്നു. അതോടുകൂടി തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ, ഞാൻ ചെയ്തു വന്ന കുറേ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഐ മീൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ള തെറ്റുകൾ, അതൊക്കെ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനും പറ്റി. ഇപ്പം എന്ന് പറഞ്ഞാൽ മെന്റലി ഐ ആം നോട്ട്, ബിക്കോസ് ഐ ആം ഇൻ എ സച്ച് എ സിറ്റുവേഷൻ, പക്ഷെ എനിക്കൊന്നുമില്ല, എല്ലാം ഫ്രീ ആയി, വളരെ ഫ്രീ മൈൻഡഡ് ആണ് ഇപ്പം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ പ്രേയറിന് പോകേണ്ട സമയം, ഇവിടെ മാറ്റുവിന്റെ പ്രേയർ ആണ്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. താങ്ക് താങ്ക് യു യു. ജലീൽക്ക, താങ്ക് യു. അതാണ് ജലീൽക്ക പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ. ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കറക്ഷൻസ്, അപ്പൊ അതാണ് ചെറിയൊരു കറക്ഷൻസ് വന്നാൽ അല്ലേ, ചെറിയൊരു ഡൈവേർഷൻ മതിയാകും. ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ പറഞ്ഞ ഡ്രൈവിങ്ങിന്റെ കാര്യം തന്നെ എത്തിയാൽ ചെറിയൊരു പോയിന്റ് ഡൈവേർഷൻ മതിയാകും. നമ്മൾ ആ റോഡ് ടേൺ ചെയ്യുമ്പോഴും ആ ഡൈവേർഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. അതെ, ഇൻ ദാറ്റ് സെയിം രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ആ ഒരു ഡൈവേഷനിലേക്കാണ് ഞാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പോൾ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പല രീതിയിൽ, പക്ഷെ ആ ഒരു 1 ഡിഗ്രി ഡൈവേർഷൻ എങ്കിലും കൊണ്ടുവരാൻ സംടൈംസ് ഇറ്റ് മേ ബി നീഡഡ്, ചിലപ്പോൾ ആവശ്യമായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ട് ഡു എ സെൽഫ് അനാലിസിസ്, ഹൂ ആം ഐ, ഇതിന്റെ ഒരു ബേസിൽ ഒരു സെൽഫ് അനാലിസിസ് നടത്താം. ഞാൻ ആരാണ്? അപ്പൊ എനിക്ക് ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയോ? നിലവിലുള്ള പ്രൊഡക്ട്സ് തന്നെ മതിയോ? അല്ലെങ്കിൽ പ്രീമിയം പ്രൊഡക്ട്സ് യൂസ് ചെയ്യണോ? ഞാൻ നമുക്ക് പ്രീമിയം ആണ് കേട്ടോ, പക്ഷെ പല സമയത്തും പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നു. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരു പ്രീമിയം മെമ്പറായി മാറണം. എന്റെ പേഴ്സണാലിറ്റി, എന്റെ പേഴ്സണൽ റിയാലിറ്റി, അതിലെന്ത് ആണ് ഞാൻ വരുത്തേണ്ടത്? ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അനാലിസിസ്, ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് നോക്കുക, ഒന്ന് അനാലിസിസ് നടത്തുക, എന്നിട്ട് ഒന്ന് എഴുതി നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്ന് എഴുതി നോക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് അനാലിസ് ചെയ്യാൻ പറ്റും. യു വിൽ ഫൈൻഡ് ദ ആൻസർ ഹൂ യു ആർ. ചെറുപ്പുദ്ദീൻ സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്തോ പറയാൻ വേണ്ടിയാണോ? ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഇനി ആർക്കും ഒന്നും ഇല്ലെങ്കിൽ ശരി. ഇപ്പൊ
ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഹായ്, ഗുഡ് ഈവനിങ് മാം. വെരി ഗുഡ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് അപ്കമിങ് ബാച്ചിൽ ജോയിൻ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് ഷെരീഫ മാം. മാം അപ്പോ കേൾക്കാമോ? കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. പറയൂ. ഓക്കെ, ഗ്രേറ്റ്. ഗുഡ് ഈവനിങ് ടു എവറിബഡി. നമ്മളെല്ലാം വളരെ ലക്കിയാണ് മാമിന്റെ അടുത്ത്. ഇപ്പൊ വളരെ സേഫ് സോണിലാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും. ഇതിലെ ഓരോ ആൻസേഴ്സ് കാണുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരും അവയർനെസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് വന്നവർ തന്നെയാണ്. പക്ഷെ ഞാൻ കുറെ നേരം അൺമ്യൂട്ട് ചെയ്ത് എങ്ങനെ മാമിന്റെ അടുത്ത് എന്താ പറയണെന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് മാമിന്റെ ക്ലാസ് ഓൺലൈനിൽ കേൾക്കുന്നത്. ഇങ്ങനെ ഞാൻ റെക്കോർഡ്സ് കേൾക്കാറുണ്ട്. ആൾമോസ്റ്റ് അപ്ലോഡ് ചെയ്ത എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഒരു തോട്ട് പ്രൊവോക്കിങ്, നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളിലൊന്നും പഠിച്ച് ഇതിൽ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് കിട്ടിയിട്ടില്ല. ഈ നമ്മുടെ എങ്ങനെ ഈ സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു സ്കില്ല് അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാവർക്കും എന്താ പറയാ അതിനെങ്ങനെ ശരിക്ക് പെറുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ക്ലാസ്സിൽ എത്താൻ പറ്റിയ എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്താ പറയാ, വാക്കുകളില്ല താങ്ക്സ് പറയാൻ ലൈല മാമിനും അതേപോലെ റസീന മാമിനും. താങ്ക്സ് ലോട്ട്. ഐ എം സോ ലക്കി. യു ടു എവറിബഡി, ഓൾ ഓഫ് യു ആർ ഹിയർ. വി ആർ സോ ലക്കി. നമുക്ക് ഭംഗിയായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാം. പിന്നെ ഇപ്പൊ ഇതിന്റെ മുന്നേ പറഞ്ഞ ജലീൽ സാർ പറഞ്ഞല്ലോ, നമ്മൾ കുറെ ഒരു പ്രൊപ്പഗാൻഡ ഒക്കെ കൊടുത്ത കോഴ്സിനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അതിലും കിട്ടാത്ത ഒന്നാണ് ഇതിന്ന് കിട്ടുന്നതെന്ന്. അത് ശരിക്കും ഒരു വിഷനറി ഉണ്ടാവുന്നത് കുറച്ച് ആളുകൾ, അത് അറിഞ്ഞ കുറച്ച് കൂട്ടം, പിന്നെ അത് വലിയ ഒരു കൂട്ടായി തീരല്ലേ. ഇത് അതിന്റെ ഒരു തുടക്കമാവട്ടെ. നമ്മൾ വലിയൊരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിരിക്കും. ആഫ്റ്റർ നമുക്ക് അത് വളരെ പ്രൗഡോട് കൂടി പറയാം. താങ്ക്സ് എ ലോട്ട് ഫോർ എവറിബഡി. വെരി വെരി ഹാപ്പി ഹിയർ. താങ്ക് യു Thank you, Sharifa ma'am. Thank you. താങ്ക് യു സോ മച്ച്. ഇനി വേറെ എന്തെങ്കിലും എനി അതർ ഫീഡ്ബാക്സ് ഓർ ഡൗട്ട്സ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ? എന്നോട് നമ്മുടെ ഈ സെഷനുമായിട്ട് റിലേറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല, ഒരു 3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. കറക്റ്റ് 9 o'clock നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യും. ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. പേഴ്സണലി നമ്മളെ കണക്ട് ചെയ്യാം. അപ്പൊ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആരും അങ്ങനെ എന്താണെന്നുള്ളൊരു വണ്ടർസ്റ്റൊക്കെ അടിച്ചൊന്നും നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യുക എന്താണ് എന്നുള്ളത്. എന്നിട്ട് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റെറ്റോറിയുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. With that note, let me wind up this session. Thank you all. Good night.